ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സെപ്റ്റംബർ മാസത്തിലെയാണ്. കേരളത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ആരാണ്? കേരളത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ശാരദാ മുരളീധരനാണ്. നമുക്കറിയാം 48ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നത് വി വേണുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായ ശാരദാ മുരളീധരനാണ് 49ാം ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അടുത്തിടെ ചെന്നൈയിൽ വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായിട്ടുള്ള ഹൈബ്രിഡ് റോക്കറ്റ് പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ് മിഷൻ റൂമി 2024. മിഷൻ റൂമി 2024 ഹൈബ്രിഡ് റോക്കറ്റാണ് അടുത്തിടെ ചെന്നൈയിൽ നിന്ന് വിക്ഷേപിച്ചത്. ഇത് പുനരുപയോഗ സാധ്യമായിട്ടുള്ള ഹൈബ്രിഡ് റോക്കറ്റാണ്. ഇനി യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് 2024 യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് റയൽ മാഡ്രിഡാണ് യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം നേടിയത്. 2024 യുവേഫ സൂപ്പർ കപ്പിലെ കിരീടം നേടിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ. ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് ആരൊക്കെ? 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് ഗായിക KS ചിത്രയും ഉത്തം സിംഗുമാണ്. ഉത്തം സിംഗ് സംഗീത സംവിധായകനാണ്. അപ്പോൾ 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് KS ചിത്രയും ഉത്തം സിംഗുമാണ്. പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരാണ്? പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി. SBIയുടെ പുതിയ ചെയർമാൻ ആരാണ്? CS സെട്ടിയാണ്. ചെല്ല ശ്രീനിവാസലു സെട്ടി അല്ലെങ്കിൽ CS സെട്ടിയാണ് SBIയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത്. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി നേടിയത് ഏത് ഗ്രാമമാണ്? ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാബർ ഗ്രാമമാണ് ഏഷ്യയിലെ തന്നെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി നേടിയത്. ഗുജറാത്ത് കച്ച് ജില്ലയിൽ മദാബർ ഗ്രാമമാണ്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2ാം സ്ഥാനമാണ്. തായ്ലാൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ശ്രേത്ത തവിസിനെ പുറത്താക്കിയതിനെ തുടർന്ന് പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? തായ്ലാൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ശ്രേത്ത തവിസിനെ പുറത്താക്കിയതിനെ തുടർന്ന് പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് പെയ്തോങ് താൻ ഷിനാവത്രയാണ്. തായ്ലാൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ശ്രേത്ത തവീസിനെ പുറത്താക്കിയതിനെ തുടർന്ന് പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അപ്പം തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പെയ്തോങ് താൻ ഷിനാവത്രയാണ് തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.